കെട്ടിടം തകർന്നു വീണിരിക്കുകയല്ല, അതിൻ്റെ ഒരു പാർട്ട് തകർന്നു വീണിട്ട് അതിൻ്റെ താഴെ വിശ്രമിച്ച തൊഴിലാളികളാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്. തീർത്തും മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ആക്സിഡൻ്റാണ്. എത്രയോ കാലങ്ങളായിട്ട് പൊളിച്ച് കളയണമെന്ന് മനസ്സിലാക്കിയ കെട്ടിടത്തിൽ നിന്നാണല്ലോ അപകടം സംഭവിച്ചത്. ഇത്രയും ദിവസമായിട്ട് ഈ ഗവൺമെൻറ് ഒരു 100 രൂപയുടെ സഹായം സ്റ്റേറ്റിൽ നിന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. 2 മന്ത്രിമാരുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത്. പ്രത്യേക പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്രയും സ്വാധീനമുള്ള മന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിട്ടും ഇവരെ ഈ ദിവസം വരെ തിരിഞ്ഞു നോക്കാൻ, ഒരു കോഴിക്കുഞ്ഞ് മരിച്ചു പോയ വാല്യൂ പോലും ഈ ഗവൺമെൻറ് ഈ സംഭവത്തിന് കണ്ടില്ല എന്നത് വളരെ സങ്കടകരമായി പറയേണ്ടി വരികയാണ്. 4ാം വാർഷികം ആഘോഷത്തിന് വേണ്ടിയിട്ട് 300 കോടി ചെലവാക്കിയ ഗവൺമെൻറ്റാണിത് അവരുടെ കണക്ക് പ്രകാരം. അങ്ങനെ ധൂർത്തടിക്കുന്ന ഈ ഗവൺമെൻറ് ഈ 4 കുടുംബങ്ങൾ അനാഥമായി ഇത്രയും ദിവസങ്ങളായി ഒരു ഇടപെടൽ പോലും നടത്താത്ത സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലക്ക് ഇവിടുത്തെ UDF ലീഡേഴ്സും കൗൺസിലേഴ്സ്, പ്രതിപക്ഷ നേതാവ് തങ്ങളുൾപ്പെടെയുള്ളവരാണ് ഈ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ്.